ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാരണം വീട്ടിൽ പറ്റിപ്പിടിക്ക് വരുന്ന എരികളെ തുരത്തിനും ക്യാബേജ് മാത്രം മതി. അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കൂ. ഒരു കഷ്ണം ക്യാബേജ് ഉണ്ടെങ്കിൽ വീട്ടിലെ ഏറ്റവും ശല്യക്കാരെ മാറിയ എരികളെയും പല്ലികളെയും പാറ്റകളെയും എല്ലാം തൊടുത്തിന് ഇത് മാത്രം മതി. തെളിവ് സഹിതം ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഈ കോവീസ് മേടിച്ചിട്ട് വരുമ്പോൾ ഈ കോവീസിൻ്റെ മുകളിലത്തെ ഭാഗം ഉണ്ടല്ലോ, നമ്മളത് കടത്തി കളഞ്ഞിട്ടായിരിക്കും എടുക്കാറുള്ളത്. ഇത് കണ്ടില്ലേ, ഇതുപോലെ എടുത്ത് കളഞ്ഞിട്ടാണ് എടുക്കാറുള്ളത്. അപ്പോൾ ആ ഒരു പീസ് മാത്രം മതി കേട്ടോ. നമുക്ക് എലികളെയും പല്ലികളെയും ഒക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് വീടിൻ്റെ പരിസരങ്ങളിൽ തൊടുത്താൻ ഇത് മാത്രം മതി. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയേക്കെ. നമുക്കിത് ചെറുതായിട്ട് പീസായിട്ട് നമ്മൾ തോരനൊക്കെ വെക്കുന്ന രീതിയിലൊന്ന് കുത്തി അരിഞ്ഞെടുക്കുക. ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുക, നൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് സൂത്രങ്ങളിൽ ചേർത്ത് വെക്കുകയാണെങ്കിൽ എലികൾ അത് എടുക്കുമെന്ന് ഉറപ്പാണ്. നല്ല റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഒരു ടിപ്പാണിത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാരസെറ്റാമോളാണ്. ഡേറ്റ് കഴിഞ്ഞ ഗുളിക എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ പാരസെറ്റാമോളിൻ്റെ ഏത് നല്ല ഗുളിക ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ നിങ്ങൾക്ക് എത്ര ഗുളിക വേണത് ഇവിടെ എടുക്കാവുന്നുള്ളൂ. ഞാൻ ഒരൊറ്റ ഗുളിക മാത്രമാണ് ഇവിടെ എടുക്കുന്നത്. ഇത് നല്ലപോലെ ഫൈനായിട്ട് പൊടിച്ച് നമുക്ക് ഈ കോവീസ് അരിഞ്ഞ് വെച്ചതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ നമ്മുടെ അവിടെ അരിപ്പൊടിയാണെങ്കിൽ ഇടാം, അല്ലെങ്കിൽ മൈദാമാവ്, അല്ലെങ്കിൽ ഗോതമ്പ് മാവ്, അല്ലെങ്കിൽ നമ്മുടെ കടലപ്പൊടി ഉണ്ടെങ്കിൽ അതാണെങ്കിലും ഇടാം കേട്ടോ. ഇത് എലികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്ത് സാധനമാണെങ്കിലും നിങ്ങൾക്ക് അത് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ബ്രെഡ് പിടിച്ചതാണെങ്കിലും റസ്കിൻ്റെ ആണെങ്കിലും മതി. എന്നിട്ട് നമുക്ക് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കേണ്ട, ബേക്കിംഗ് സോഡ വേണ്ട, ഒന്നും വേണ്ട. ഈ ഒരു ഗുളിക ഇത് മാത്രം മതി. എലികളുടെ വയറ്റിൽ ഇത് ചെന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ കൂട്ടം കൂട്ടമായിട്ട് ചത്തുപൊക്കോളും. വീട്ടിൽ നിന്ന് വീടിൻ്റെ പരിസരങ്ങളിൽ നിന്നും പെരിച്ചാരികളെ വില തുഴുത്താൻ ഇത് ഏറ്റവും നല്ലതാണ്. കൃഷി സ്ഥലങ്ങളിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. പിന്നെ നമ്മൾ ഇത് വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ വളർത്തു മൃഗങ്ങളെയൊക്കെ ഒന്ന് പിടിച്ചിട്ടതിന് ശേഷം മാത്രം വെച്ച് കൊടുക്കാവുള്ളൂ കേട്ടോ. ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ഈ പഴയ അടപ്പുകളൊക്കെ കാണുമല്ലോ, ചെറിയ കുപ്പിയുടെ അടപ്പാണെങ്കിലും മതി, അല്ലെങ്കിൽ ഇതുപോലത്തെ ഐസ്ക്രീമൊക്കെ മേടിക്കുന്നതിൻ്റെയൊക്കെ അടപ്പുകളുണ്ടെങ്കിൽ അതെടുക്കുക. അതിലേക്ക് ഇതുപോലെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. പൊടി സഹിതം ഇട്ട് കൊടുക്കാവുള്ളൂ, അല്ലാതെ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ച് കുഴച്ചൊന്നും വെക്കേണ്ട കാര്യമില്ല. ഇത് തന്നെ നല്ല റിസൾട്ട് തരുന്നതാണ് കേട്ടോ ഈ ഒരു പൊടി. എന്നിട്ട് നമുക്ക് ആ കോവീസിൻ്റെ ഇല നല്ലപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. കാര്യം ഈ കോവീസിൻ്റെ ഇല, ഈ കോവീസ് പച്ചക്കറി എന്ത് വെച്ചാലും നമ്മുടെ എലികൾ അത് എടുക്കാറുണ്ട്. നമ്മൾ വെളിയിൽ ഒരു സാധനം വെക്കാൻ പറ്റത്തില്ല, എലികൾ അന്നപ്പോൾ വന്നത് കടിച്ചെടുക്കും. പിന്നെ എലി കടിച്ചാൽ നമുക്ക് എടുക്കാൻ പറ്റത്തുമില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്ത് വെച്ചാൽ കോവീസിന് പ്രത്യേകിച്ച് ഒരു സ്മെല്ലും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ അത് അടിച്ചിട്ട് എരി വന്ന് അതെടുത്ത് കഴിക്കുമെന്ന് ഉറപ്പാണ്. എന്നിട്ട് അങ്ങനെയും വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ തേങ്ങ ചിരട്ടയിൽ കുറച്ച് തേങ്ങയുടെ അംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലും നിങ്ങൾക്ക് വെച്ച് കൊടുക്കാവുന്നേ. അപ്പോൾ ഈ തേങ്ങ എലികൾക്ക് ഇഷ്ടമായത് കാരണം അങ്ങനെയും വന്ന് അത് കഴിക്കാൻ സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ 2 രീതിയിലാണ് ഞാൻ ഇവിടെ വെച്ച് കൊടുക്കുന്നത്. ഒന്ന് ചിരട്ടയിൽ വെക്കുന്നുണ്ട്, ഒന്ന് പാത്രത്തിലും അടപ്പുകളിലും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലെ എലികൾ, പല്ലികൾ, പാറ്റകളൊക്കെ വരുന്ന ഏത് സൈഡാണ് നമുക്കറിയാൻ പറ്റുമല്ലോ, എവിടെയൊക്കെയാണ് വരുന്നത്. അവിടെയെല്ലാം നമ്മൾ ഇതുപോലെ ഒന്ന് കൊണ്ട് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഗ്യാസ് അടുപ്പിൻ്റെ അടിയിലാണ് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് രാവിലെ ഞാൻ നല്ല റിസൾട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ റിസൾട്ട് ഇത് എലി എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ കാണിച്ചും കൂടെ തരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതുപോലെ നമ്മുടെ സ്പീക്കർ കാര്യങ്ങളും നമ്മൾ അധികം ഒന്നും ഉപയോഗിക്കാതിരിക്കുന്ന സ്ഥലം, അധികം ആളൊക്കെ ഇല്ലാതിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ എലി ശല്യം വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് അവിടേക്ക് ഞാൻ സ്വിച്ച് ബോർഡിൻ്റെ അവിടെയും അതുപോലെ തന്നെ നമ്മുടെ സ്പീക്കറൊക്കെ ഇരിക്കുന്ന ആ ഒരു ഭാഗത്തേക്കെല്ലാം ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ അത് ഞാൻ കാണിച്ചു തരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എലിശല്യം സിങ്കിൻ്റെ ഭാഗത്ത് ഭയങ്കര എലിശല്യം പല്ലിശല്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിങ്കിൻ്റെ ഭാഗത്താണ് വെച്ചാൽ മതി. കൂടുതൽ തണുപ്പുള്ള ഏരിയയാണ് സിങ്ക്. നമ്മൾ പാത്രം കഴുകുന്നിടം, പാത്രം കഴുകി വെച്ചെടുത്ത് പോലും എലികൾ ഒരുപാട് കയറി നശിപ്പിച്ച് വെച്ചിട്ട് പോകാറുണ്ട്. അവിടെയാണെങ്കിൽ നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ, എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പാത്രം കഴുകുന്ന സിങ്കിൻ്റെ ഭാഗത്ത് ഒന്ന് കൊണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കതിന് രാവിലെ അതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം. അപ്പോൾ അതുപോലെ തന്നെ അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇത് കണ്ടില്ലേ, ഞാൻ ആ കോവീസിൻ്റെ ഇല മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളിയുടെ തൊലിയും അതുപോലെ തന്നെ നമ്മുടെ സവോളയൊക്കെ തൊലിയൊക്കെ വെറുതെ കളയല്ലേ ചെയ്യുന്നത്. അതിൻ്റെയൊക്കെ ടിപ്പ് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളാണ് ഇട്ടിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നമുക്ക്
ആദ്യം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് 2-3 ഗ്രാമ്പൂവും കൂടി ഇട്ട് കൊടുക്കുക. ഇതെന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ ഇപ്പോൾ ഈ ഭയങ്കര നല്ല വേനലാണ്, രാവിലെ ഒരു ചെറിയ തണുപ്പും ഉണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു അവസരങ്ങളിൽ ഈ തണുപ്പുള്ള സമയങ്ങളിൽ പാമ്പൊക്കെ ഇറങ്ങി വന്ന് പരിസരത്തൊക്കെ വന്ന് കിടക്കാനും നമ്മുടെ വീട്ടിലൊക്കെ കയറി വരാൻ സാധ്യതയൊക്കെ കൂടുതലാണ്. അപ്പോൾ ആ ഒരു വശത്തേക്ക് നമ്മൾ നമ്മുടെ വീടിൻ്റെ ഈ പെരിച്ചാരികളൊക്കെ കയറുന്ന ഈ ഹോള് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെയാണ് എലികളെ പിടിക്കാൻ വരുന്നതാണ് പാമ്പുകൾ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പരിസരത്തു നിന്ന് അതുങ്ങൾ പോകണം, അല്ല നമ്മുടെ വീട്ടിലേക്ക് കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി. കാര്യം ഇതിനൊരു മണം, കോവീസിൻ്റെ ഇലയ്ക്കും കോവീസിനൊക്കെ ഒരു പ്രത്യേക ഒരു സ്മെല്ലാണല്ലോ. ചിലർക്കൊക്കെ അത് ഇഷ്ടമാണെങ്കിൽ നമുക്ക് ചിലർക്കൊന്നും ഇഷ്ടമല്ലാത്തൊരു സ്മെല്ലാണ്. അതുപോലെ തന്നെയാണ് ഈ പാമ്പുകൾക്ക് എലികൾക്ക് ഒക്കെ വളരെ ഇഷ്ടക്കേടാണിത്. അപ്പോഴത്തേക്ക് ആ ഒരു സ്മെല്ലടിച്ചിട്ട് വീടിൻ്റെ പരിസരത്ത് പോലും ഇത് വരത്തില്ലെന്ന് ഉറപ്പാണ്. അപ്പോൾ ഞാനിത് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ തന്നെ കളർ നല്ല മാറിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ അന്നപ്പം തന്നെ ഇതെടുത്ത് യൂസ് ചെയ്യരുത്. നമ്മൾ ഒരു ദിവസം ഇങ്ങനെ അങ്ങ് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ വേണം എടുക്കാനായിട്ട്. അപ്പോൾ നല്ല പൊടി ഇതിൻ്റെ സ്മെല്ലൊക്കെ നല്ല പോലെ അതിനകത്ത് ഇറങ്ങും. എന്നിട്ട് നമുക്കൊന്ന് അരിച്ചെടുത്തിട്ട് ഈ ചവറ് ഈ വേസ്റ്റ് കളയരുത്. വേസ്റ്റ് നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ കൊണ്ടിട്ടാൽ നല്ലതാണ് കേട്ടോ. എന്നിട്ട് ഇതിൽ നമുക്കൊരു കുപ്പിയിലേക്ക് മാറ്റാം. വേറെ ഒന്നും ഇതിലേക്ക് ചേർക്കേണ്ട കാര്യമില്ല. ഈ 3 സാധനം മാത്രം മതി കേട്ടോ. എന്നിട്ട് ഇതൊരു കുപ്പിയിലേക്ക് മാറ്റിയിട്ട് എലിമാളത്തിലൊക്കെ കൊണ്ട് സ്പ്രേ ചെയ്യുക. അതുപോലെ നമ്മൾ കപ്പ കൃഷി അങ്ങനെ ഒരുപാട് കൃഷികളൊക്കെ ചെയ്യുന്നവരൊക്കെ ആ കൃഷി സ്ഥലത്ത് കൊണ്ട് സ്പ്രേ ചെയ്ത് വെക്കുകയാണെങ്കിൽ പെരിച്ചാരികളൊന്നും അവിടെ നിൽക്കത്തേ ഇല്ല കേട്ടോ. അത് വന്നവർ വലിച്ചു വിടും. അത്രയ്ക്ക് നല്ല എഫക്റ്റുള്ള ഒരു സൊല്യൂഷനാണിത്. അപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. എൻ്റെ കറിവേപ്പിൻ്റെ ചൂടാണ് ഫുള്ള് ഇത് മാന്തി ഇടാറുള്ളത്. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കിയപ്പോൾ പിറ്റേ ദിവസം അത് ഞാൻ അവിടെ കണ്ടിട്ടില്ല, എലി വന്ന് മാന്തിയിട്ടും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ നിങ്ങൾ ഇത് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. വിഷാംശങ്ങളൊന്നും വെക്കാതെ തന്നെ ഇത് നമുക്ക് വീട്ടിൽ നിന്നും വീടിൻ്റെ പരിസരങ്ങളിൽ നിന്ന് തുരത്താവുന്നത് മാത്രമേ ഉള്ളൂ. നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. പിന്നെ ഇതൊക്കെ നമ്മൾ ചെയ്ത് വെക്കുമ്പോൾ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ കൈയെത്താത്തടുത്ത് വെക്കാനും കൂടെ ശ്രദ്ധിക്കണേ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ ഒരു കുപ്പിയിലേക്ക് ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു അടപ്പിന് ഹോളിട്ടെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിലാണെങ്കിലും യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. എന്നിട്ട് നമുക്കത് പരിക്കാത്താണെങ്കിലും ഞാൻ പരിക്കാത്ത യൂസ് ചെയ്യുന്നില്ല കേട്ടോ. കാര്യം ഇതിന് ഭയങ്കര ഒരു സ്മെല്ലാണ്. നമ്മുടെ വീട്ടിലുള്ള ഇത് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് പരിസരങ്ങളിൽ കൊണ്ടൊഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ ഉറുമ്പിനെ ഓടിക്കണമെങ്കിൽ പാറ്റാനെ പല്ലിനെയൊക്കെ ഒന്ന് ഓടിച്ച് നമ്മുടെ പരിക്കകത്തൊന്നും വിടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പാത്രത്തിലാണെങ്കിലും ഒന്ന് ഒഴിച്ച് വെച്ചാൽ മതി. സ്പ്രേ ചെയ്ത് വെക്കുമ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ല് അവിടെ അടിക്കും. അതൊരു വല്ലാത്തൊരു സ്മെല്ലാണ്. അതുകൊണ്ട് നിങ്ങൾ പരിസരത്തിൽ ഇതൊന്ന് ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, എലിമാളമാണ്. ഈ എലിമാളത്തിൻ്റെ ചുവട്ടിലോട്ട് ഞാൻ ഇങ്ങനെ കൊണ്ടുപോയിക്കുന്നുണ്ട് കണ്ട, വലിയ ഹോള് പോലെയാണ്. അപ്പോൾ അവിടെയൊക്കെ ഈ എലികളെ പിടിക്കാനാണ് പാമ്പുകൾ വരുന്നത്. അപ്പോൾ നമ്മുടെ വീടിന് പരിസരങ്ങൾ മുഴുവനും ചുറ്റിനും സന്ധ്യ സമയത്ത് നിങ്ങളൊന്ന് ഒഴിച്ച് കൊടുത്താൽ മാത്രം മതി. നല്ലൊരു റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. വളരെ നല്ല റിസൾട്ടാണ്. അപ്പോൾ നമ്മൾ ആ കോവീസ് ഇലയിലും മാവൊക്കെ ഇട്ട് വെച്ചാൽ ആ ഒരു സൂത്രം നിങ്ങൾ രാവിലെ കാണുമ്പോൾ തന്നെ നിങ്ങൾ എന്നെ നെറ്റിപ്പോകും. കണ്ടില്ലേ, ആ കോവീസ് ഫുള്ളും എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഗുളിക ഇതെല്ലാം എലി എടുത്തിട്ടുണ്ട്, നല്ല ഉറപ്പായിട്ടുണ്ട്. ഗ്യാസ് അടുപ്പിന് എടുത്തിട്ടുണ്ട്. കുറച്ച് മാത്രം വെച്ചത് ഫുള്ളും എടുത്തിട്ടുണ്ട്, കുറച്ച് മാത്രമേ ഉള്ളൂ. അത് ഞാൻ അങ്ങനെ തന്നെ അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മിക്ക ദിവസവും നമ്മൾ ഇറങ്ങി വന്ന് കിച്ചണിൽ കയറുമ്പോഴത്തേക്ക് ഈ ഒരു ഭാഗം എല്ലാം എലി നശിപ്പിച്ച് വെക്കാറുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇത് കഴിച്ചതിന് ശേഷം എലി അവിടെ ഒന്നും നശിപ്പിച്ചിട്ടില്ലെന്ന് ഉറപ്പായിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, എൻ്റെ സിങ്കിൻ്റെ ഭാഗത്ത് ശരിക്കും നശിപ്പിച്ചിട്ടുണ്ട്. അവിടെ എലി കയറിയിട്ടും ഉണ്ട് കേട്ടോ. എലി കയറി അത് ഫുള്ള് കഴിച്ചിട്ടും ഉണ്ട്. അവിടെ എല്ലാം കിടക്കുന്ന കണ്ടോ, എല്ലാം കൊട്ടിമറിച്ചെല്ലാം നശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം എലി കയറി ഇറങ്ങി നടപ്പുണ്ടായിരുന്നു. പിറ്റേ ദിവസം ആ എലി വന്നിട്ടേ ഇല്ല, ആ 2 എലി വന്നിട്ടില്ല. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്.